അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അമ്മാ ബഅദ്. ഇസ്ലാമിലെ സാമ്പത്തിക ലാളിത്യത്തെക്കുറിച്ച് നാം മറന്നുപോയോ? നാമാണോ ധനം സമ്പാദിക്കുന്നത്, അതോ ധനം നമ്മെ സമ്പാദിക്കുകയാണോ? മിനിമലിസ്റ്റ് എക്കണോമി ആത്മീയ ജീവിതവുമായി ബന്ധിപ്പിക്കുമ്പോൾ സമൂഹം എങ്ങനെ മാറും? സമകാലിക കാലഘട്ടത്തിൽ ഇസ്ലാമിക സിദ്ധാന്തങ്ങൾ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ആസ്പദമാക്കി പ്രവർത്തിക്കാൻ സജ്ജമാണ്. എന്നാൽ ചിലപ്പോൾ ഇവകൾ ദുരിതപൂർവമായ ചുരുങ്ങിയ ദിശകളിൽ മാത്രം തുടരുകയും ഇവയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തങ്ങൾ ഈ സമകാലിക കാലഘട്ടത്തിൽ വളരെയധികം കാലപ്രസക്തവും സമയോചിതവുമാണ്. മിനിമലിസ്റ്റ് എക്കണോമി എന്ന ആശയവും സാങ്കേതികമായി കാലഹരണപ്പെടാത്ത ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിശകലനം ചെയ്യുമ്പോൾ നിരവധി കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഫലവത്തായ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. മിനിമലിസ്റ്റ് എക്കണോമി എന്നത് ആവശ്യ കാര്യങ്ങളെ മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി മറ്റുള്ള എല്ലാ കാര്യങ്ങളും ത്യജിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ രീതിയാണ് പിന്തുടരുന്നത്. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്ലാം ഈ മിനിമലിസ്റ്റ് എക്കണോമിക് സിസ്റ്റം ആസ്പദമാക്കി ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. സൃഷ്ടാവ് അള്ളാഹുവിൻ്റെ പ്രിയനും ലോകവും അടക്കി ഭരിച്ച പ്രവാചകൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഒന്നാം നിലയിലുള്ള ഒരു ആഡംബര വസ്തു പോലും ഉണ്ടായിരുന്നില്ല. 17ാം നൂറ്റാണ്ടിലെ വൈജ്ഞാനിക നവോത്ഥാനത്തിൻ്റെ ഫലമായി ധാർമ്മികതയും മാനുഷിക മൂല്യവും മറക്കപ്പെട്ടു. വ്യക്തി സ്വാതന്ത്ര്യത്തിന് അതീവ പ്രാധാന്യം നൽകിയിരുന്ന മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിച്ചിരുന്ന സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ് വ്യവസ്ഥയും ചോദ്യം ചെയ്യപ്പെടുകയും കോർപ്പറേറ്റുകളുടെ പോക്കറ്റ് വീർക്കുകയും കൊടുദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജനങ്ങൾ കടത്തിന് അടിമപ്പെടുകയും ചെയ്യുന്ന അവസരത്തിലാണ് ലോകം വളരെ കാര്യക്ഷമമായി ഇസ്ലാമിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിച്ചത്. സാമ്പത്തിക അസമത്വത്തെ നിർവീചനം ചെയ്യാൻ വേണ്ടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കടമയാണ് സകാത്ത്. ഇതൊരു വികസന ഉപാധി കൂടിയാണ്. സകാത്തിലൂടെ പണം ലഭിക്കുന്ന ഒരു ദരിദ്രരായ ഒരു മനുഷ്യന് അതുമൂലം ഉപഭോഗവും സമ്പാദന ക്ഷമതയും വർദ്ധിക്കുകയും തന്മൂലം തൻ്റെ ജീവിതത്തിൽ വികസനം രൂപപ്പെടുകയും ചെയ്യുന്നു. സാമ്പത്തിക അസമത്വത്തിൻ്റെ കുത്തകയായ പലിശയെ ഇസ്ലാം ശക്തമായി തന്നെ എതിർക്കുന്നുണ്ട്. ആഗോള സമൂഹത്തിൽ പലിശ, ലാഭം, വേതനം തുടങ്ങിയ കാര്യങ്ങളിലാണ് വരുമാനം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. എന്നാൽ ഇതിൽ നിന്ന് പലിശ ഒഴിവാകുന്ന പക്ഷം ഇവകൾ 3 കാര്യങ്ങളായി ചുരുങ്ങുകയും ദരിദ്രരായ തൊഴിലാളികളുടെ ശമ്പള വർധനവിന്, വേതന വർധനവിന് കാരണമാവുകയും ചെയ്യുന്നു. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഖനാഅത്ത് അഥവാ ധൂർത്ത് നിരോധനം, ദാനധർമ്മമെല്ലാം സാമ്പത്തിക സ്ഥിരത കൊണ്ടുവരുന്നുണ്ട്. ആധുനിക കാലത്തിലെ സാമ്പത്തിക വ്യവസ്ഥ ആഡംബരമായ ഉപഭോഗത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. കടത്തിൽ മുങ്ങിയ ജീവിതം, മാനസിക സമ്മർദ്ദം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗം, അർത്ഥശൂന്യമായ ജീവിതങ്ങളാണ് ഇത്തരം ആഡംബരമായ ഉപഭോഗത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടാകുന്നത്. മിനിമലിസ്റ്റ് എക്കണോമി മുന്നോട്ട് വയ്ക്കുന്നത് വളരെയധികം
മുന്നോട്ട് വെക്കുന്ന അവരുടെ കാര്യങ്ങളിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ളതാണ് മനുഷ്യരുടെ മാനുഷികാരോഗ്യവും സന്തോഷവും. എന്നാൽ ഇസ്ലാമും ഈ രണ്ട് ആശയങ്ങളെ പറ്റി ഇസ്ലാമിനും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. സമ്പത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണെന്നും അതിൻ്റെ വിനിയോഗത്തിൽ വ്യക്തമായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മിനിമലിസ്റ്റ് എക്കണോമി ലാഭത്തെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ സന്തോഷത്തെ മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ ഇസ്ലാം സന്തോഷത്തെയും അതിനോടൊപ്പം ആത്മീയ ജീവിതത്തിലെ പുണ്യകാര്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രണ്ട് സാമ്പത്തിക വ്യവസ്ഥകളും പ്രകൃതിയുമായുള്ള നിലപാട് ഒരേ നിലയിലാണ്. മറ്റു ജീവികളുടെ ആവാസ വ്യവസ്ഥയിലും പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യങ്ങളിലും വ്യക്തമായ നിലപാട് ഇസ്ലാമും മിനിമലിസ്റ്റ് സാമ്പത്തിക വ്യവസ്ഥയും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇസ്ലാമിലെ സമ്പത്തിനെ കുറിച്ച് ഇസ്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത് അത് ഒരു മനുഷ്യൻ്റെ ലക്ഷ്യമായിട്ടല്ല, മറിച്ച് പടച്ച റബ്ബ് സുബ്ഹാനല്ലാഹു തആല തരുന്ന ഒരു അനുഗ്രഹമായും അതിനെ കാര്യക്ഷമമായ രീതിയിൽ ഉപയോഗിക്കാനുമാണ്. മിനിമലിസ്റ്റ് എക്കണോമിയും ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം, ലാളിത്യം, സമത്വം തുടങ്ങിയ ആശയങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നുണ്ടെങ്കിലും വൈവിധ്യമാർന്ന അനുഭവങ്ങൾ, സാമ്പത്തിക പ്രയോജനങ്ങൾ, ആത്മീയ വികസനങ്ങൾ തുടങ്ങിയവയിലൂടെ ഈ മിനിമലിസ്റ്റ് ആശയം നമ്മുടെ ഇസ്ലാമിൻ്റെ ആശയങ്ങളുമായി വളരെ സാദൃശ്യം ഉണ്ടാവുകയും നമുക്ക് ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടമായ ഒരു വ്യവസ്ഥയായി മാറുകയും ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.